എല്ലാം ഉണ്ടാകുന്ന സീസണാണിപ്പോൾ. കണ്ണിമാങ്ങ കുറേ ഉണ്ടായിരുന്നു, എല്ലാം മഴ പെയ്ത് കൊഴിഞ്ഞു പോയി. പക്ഷേ എങ്കിലും കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയത് കൊണ്ട് നമുക്ക് കണ്ണിമാങ്ങ അച്ചാറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇപ്പോൾ കൊറോണയുടെയൊക്കെ ടൈമാണ്. എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹോം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണിമാങ്ങ കൊണ്ടുള്ള 2-3 ടൈപ്സ് അച്ചാറുകൾ. കണ്ണിമാങ്ങ കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്നത് പോലെ കണ്ണിമാങ്ങ കറി അച്ചാറായിട്ട് നമുക്ക് വാങ്ങാനൊക്കെ കിട്ടുന്ന അച്ചാർ നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട്. കൊഴിഞ്ഞു വീഴുന്ന കണ്ണിമാങ്ങ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് അച്ചാർ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നത്? കണ്ണിമാങ്ങ ഇപ്പം ഒരുപാട് ഉയരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറിക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ കണ്ണിമാങ്ങകൾ നമ്മളുടെ ഇങ്ങനെ പൊഴിഞ്ഞു വീഴാറുണ്ട്. എപ്പോഴും കൊഴിഞ്ഞു വീഴുന്ന ആ കണ്ണിമാങ്ങകൾ നമ്മൾക്ക് എങ്ങനെ അച്ചാറിടാം എന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ 2 തരമാക്കി വെച്ചിട്ടുണ്ട് മാങ്ങ. ഒന്ന്, ഈ ചെറിയ സൈസിലുള്ള മാങ്ങ. ഇതൊരല്പം ടൈറ്റ്നസ് കുറവായിരിക്കും, കുറച്ചിങ്ങനെ ഒരു അല്പം വാടിയ പോലെ ആയിരിക്കും ഇരിക്കണേ. ഒരു കുഴപ്പമില്ല. കുറച്ചൊക്കെ ഒന്ന് വാട്ടൽ വന്നതായിരിക്കാം. ഇത് നല്ല പച്ച മാങ്ങയാണ്, വാട്ടൽ വന്നിട്ടില്ല, അപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ചെറിയ സൈസിലുള്ള മാങ്ങ നമ്മൾ നെല്ലിക്ക ഉപ്പിലിടുന്നത് പോലെ നമുക്ക് ഇടാൻ പറ്റും. അത് നമുക്ക് ആദ്യം ചെയ്യാം. ഒരു ഭരണി എടുത്തു, അതിലോട്ട് നമുക്ക് ഈ ചെറിയ മാങ്ങകൾ അതിൻ്റെ ഈ മൂടൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം, കാരണം അത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഭരണിയെ നല്ലപോലെ കഴുകിയെടുക്കുക. ഈ മാങ്ങ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ മറക്കാതെ, തറയിൽ വീഴുന്ന മാങ്ങയാണ്, 4-5 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയിട്ട് ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. ഇതിൻ്റെ പുറത്ത് ഇവിടെ ഇങ്ങനെ ഒരു ചെന പോലെ വരും, ഇങ്ങനെ ഒരു ചെനച്ച ഒരു കറയൊക്കെ. അപ്പോൾ അത് മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് 1-2-3 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ എന്നിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ്, നമ്മളിതിങ്ങനെ ഈ മൂട് അഴുക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നല്ല പച്ച മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതെ, കുറച്ചൊരു കളർ മാറിയിട്ടുണ്ട്, അങ്ങനെ വാടുന്ന മാങ്ങയാണ്, കുഴപ്പമില്ല കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അല്പം അഴുക്കായിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്ത് നോക്കി അത് തോന്നുവാണ് അഴുക്കാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം കേട്ടോ, കുഴപ്പമില്ല. അത് കട്ട് ചെയ്ത് നോക്കാതെ എടുക്കരുത് കേട്ടോ, കാരണം അതൊന്നും ഇന്നല്ല മാങ്ങയാണ്, കുഴപ്പമില്ല. ഇതല്പം പഴുത്തതാണ്, നമുക്കിത് മാറ്റി വെക്കാം. അതിൻ്റെ ഉപയോഗവും ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് പഴുത്തു പോയ മാങ്ങ എന്ത് ചെയ്യണം, ഇതും അല്പം പഴുത്തതാണ്, മാറ്റി വെക്കാം. അപ്പം പഴുത്തു പോയ മാങ്ങ ഇത് ഒരല്പം പഴുത്തതാണ്. അപ്പോൾ ഞാനിവിടുത്തെ നല്ല മാങ്ങ നോക്കിയെല്ലാം ഭരണിയിലോട്ട് എടുത്തിട്ടു. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് മാത്രം ഇട്ടാൽ മതി. നമ്മൾ നെല്ലിക്കൊക്കെ ഉപ്പിലിടുന്ന പോലെ കുറച്ച് കാന്താരി മുളക് ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അങ്ങോട്ട് കൊടുത്തു. കുറച്ച് പഴുത്ത പച്ചമുളക്, അത് നല്ലൊരു ടേസ്റ്റ് തരും. കുറച്ച് പച്ചമുളക്, നല്ല എരിവുള്ളതാണ്, ഒരു 8-10 പച്ചമുളക്, പഴുത്തതും പച്ചയും കൂടെ മിക്സ് ചെയ്തങ്ങ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി ഏറെ ഇടും നമ്മളിതിനകത്തോട്ട്, അതായത് അതിനകത്ത് മാങ്ങയ്ക്കകത്ത് ഉപ്പ് പിടിക്കണം. ഒരു 2 ടീസ്പൂണ് ഉപ്പ് ഇപ്പം ഇട്ട് കൊടുത്തു. ഇനി ഇതിലൊന്നും ഇടണ്ട, നമ്മൾ വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണ്ട. നമ്മൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണിത്. കുറച്ച് വെള്ളം ആഡ് ചെയ്തു, തിളപ്പിച്ച് ഞാൻ ആറ്റിയിട്ടാണ് ഇത് അയച്ചു കൊടുക്കുന്നത്. ആ മാങ്ങയ്ക്ക് മുകളിൽ നിൽക്കണം വെള്ളം, അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. മാങ്ങയ്ക്ക് മുകളിൽ നിൽക്കണം, അത് മാങ്ങ ഡിപ്പായിട്ട് കിടക്കണം. മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇത് നമ്മൾ നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് വെക്കുന്നത് പോലെ തന്നെ ഈ സമയത്ത് വേണമെങ്കിലും ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുക. 3 ടീസ്പൂൺ ഉപ്പിട്ടു. മാങ്ങയിൽ ഉപ്പ് ശരിക്ക് പിടിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ അത് നല്ല കുതിർന്ന് കിട്ടുകയുള്ളൂ. അപ്പം ഒരുപാട് ഉപ്പൊക്കെ കഴിക്കാൻ പറ്റാത്തവർ ഈ ഉപ്പിലിട്ട കണ്ണിമാങ്ങ ഒഴിവാക്കുക. കണ്ണിമാങ്ങ അച്ചാറിടുന്നത് ഈ രീതിയിലല്ല, അത് നിങ്ങൾക്കറിയാമായിരിക്കും, ഞാനല്ലേ പോസ്റ്റ് ചെയ്യാം. കണ്ണിമാങ്ങ അച്ചാറിടുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ സൈസിലുള്ള മാങ്ങ എടുത്തിട്ട് സാധാരണ അച്ചാറിടുന്നത് പോലെ മുളകും മഞ്ഞളും ഉലുവയെല്ലാം കായോ എല്ലാം ചേർത്തിട്ട് മാങ്ങ കറിയായിട്ട് അച്ചാറിടുന്നത് അത് വേറെ. ഇത് ഉപ്പിലിട്ട് ഭരണിയിൽ നമ്മൾ ഉപ്പിലിട്ട് വെക്കത്തില്ലേ കണ്ണിമാങ്ങ, അങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൂടുതലൊന്നും ചെയ്യേണ്ട, ഇത്രയും ചെയ്താൽ മതി. അടച്ചു വെച്ചോളൂ. ഇത് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക. അത് മാങ്ങ സോഫ്റ്റായി നമുക്ക് കഴിക്കാൻ പരുവാകുമ്പോൾ നമുക്ക് നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് നമ്മൾ വെക്കത്തില്ലേ, അതുപോലെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. സിമ്പിൾ ഉപ്പിലിട്ട കണ്ണിമാങ്ങ മാറ്റി വെക്കാം.
ഇത് കുറച്ച് വലിയ സൈസിലുള്ള കണ്ണിമാങ്ങ. ഇതും താഴെ വീണ് പോകുന്നതാണ്. അപ്പം നമുക്ക് ഈ താഴെ വീണ് പോകുന്ന മാങ്ങയെല്ലാം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് ഞാനിന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇടുന്ന പോലെ നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കി കാണിക്കാൻ പോവാണ്. ശ്രദ്ധിക്കേണ്ടത്, ഈ മാങ്ങ അളിഞ്ഞതായിരിക്കരുത്, കുറച്ച് എന്താ പറയുന്നത്, അങ്ങ് ഒരുപാട് വാടിയതായിരിക്കരുത്. ആ ചെറിയ മാങ്ങയുടെ കൂട്ട് ഒരുപാട് വാടിയതായിരിക്കരുത്. ഇത് കുറച്ച് ടൈറ്റ് ഉണ്ടായിരിക്കണം, ടൈറ്റ്നെസ്. അതായത് ഞാൻ കാണിക്കാം. ഇതിപ്പം ചെറിയ മധുരം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പച്ച അത്ര പച്ചയല്ല, കണ്ടോ കളർ മാറിയിരിക്കണേ. അപ്പം നമുക്ക് പച്ച മാങ്ങ വേണം ഇതിന് വേണ്ടി എടുക്കാൻ. ഇതെല്ലാം കുറച്ച് വാടിയതാണ്, കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഇത് വിളഞ്ഞതാണ് പക്ഷെ പച്ചയാണ്, കണ്ടോ. ഈ ടൈപ്പിലുള്ള മാങ്ങ നമുക്ക് വീണ് കിട്ടാറുണ്ട്, കുറച്ച് വലിയ സൈസിൽ ഇതുപോലെ പച്ചമാങ്ങ. ഇതെന്ത് ചെയ്യണം, ഇതിൻ്റെ കുരു എടുത്ത് കളയുക, മാങ്ങേണ്ടി അകത്തുനിന്ന് എടുത്ത് കളയുക. ഇനി നമ്മളിത് അരിഞ്ഞെടുക്കണം. ഇതിങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക, ചെറുതാക്കണ്ട. ഈ ഒരു സൈസിൽ ഇങ്ങനെ അല്പം നീളത്തിൽ ഇതൊന്ന് അരിഞ്ഞെടുക്കുക, കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇങ്ങനെ ഇതെല്ലാം കംപ്ലീറ്റ് അരിഞ്ഞെടുത്തിട്ട് ഇത് പച്ചയാണ്, ചിലതൊക്കെ ചെറുതായിട്ട് വാടിയതാണ്. അത് കുഴപ്പമില്ല, കളയേണ്ട കാര്യമില്ല കേട്ടോ. ഒരുപാട് പഴുത്തതെടുക്കരുത് ഈ അച്ചാറിടാൻ കേട്ടോ, പച്ചയായിരിക്കണം. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് അരിഞ്ഞെടുത്തു. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പങ്ങ് കൂടിപ്പോകരുത്, അച്ചാറിടുമ്പോൾ ഇടാം. ഒന്ന് മിക്സ് ചെയ്യുക, ഈ ബോളിലോട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പം ഞാൻ വെറും ഒരു 2-3 ടൈപ്പേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര തരം വേണമെങ്കിലും അച്ചാറിടാം. ഇത് ഒരു 1-2 ദിവസം ഒന്ന് വെയിലത്ത് ഉണക്കിയെടുക്കുക. ഈ വെള്ളം ഒന്ന് പറ്റിയാൽ മതി കേട്ടോ, ഒരുപാട് ഉണക്കണ്ട. അപ്പം ഇത് വെറുതെ വേണേലും എടുത്ത് തിന്നാ. ഇങ്ങനെ പ്ലേറ്റിലോട്ട് വെച്ച് തന്നെ നമുക്കിത് ഉണക്കണം. പെട്ടെന്ന് ഉണങ്ങി കിട്ടണേ, ഒന്ന് നിരത്തി കൊടുക്കുക. ഇപ്പം മഴയുടെ സീസണാണ്, വലിയ വെയിലില്ല. അപ്പോൾ രാവിലെയൊക്കെ വെയിലുണ്ടെങ്കിൽ മാത്രമേ ഉണക്കാൻ പറ്റൂ. ഒരു ദിവസം നല്ല വെയിലിൽ, അല്ലെ 2 ദിവസം ഒരു പകുതി ഡേയ്സ് വെയിൽ കൊണ്ടിച്ചാലും മതി. ഈ വെള്ളം ഒന്ന് പോകണം ഇതിൻ്റെ, അത്രയേ ഉള്ളൂ. ഉപ്പ് അതിലോട്ടൊന്ന് പിടിക്കും. ഒരുപാട് ഹാർഡായിട്ട് ഉണങ്ങണ്ട. അപ്പം നമുക്കിത് പുറത്ത് വെച്ചതൊന്ന് വെയിലത്ത് ഉണക്കിയെടുത്തിട്ട് ഇതിൻ്റെ അച്ചാറിട്ട് കാണിക്കണം. ഓക്കെ, താഴെ വീഴുന്ന മാങ്ങകളിൽ ചിലതൊക്കെ വാടിയതായിരിക്കും, ഒരല്പം കളർ മാറി പഴുത്തതായിരിക്കും. ഇതുപോലെ ഒരുപാട് പഴുത്തതായിരിക്കരുത്, ഒരല്പം പഴുത്തത്. കണ്ട, ഇതുപോലെ കളർ മാറിയില്ലേ, കളർ മാറി ഒരല്പം ലൂസായിട്ടുള്ള മാങ്ങ ഇത് താഴെ വീഴും. അപ്പോൾ ഇത് തന്നെ നല്ല മാങ്ങ നോക്കിയെടുത്താൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു 8-10 പീസ് ചുമന്നുള്ളി, ഒരു 4-5 വറ്റൽമുളക്, ഒരല്പം ഉപ്പ് ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് ചമ്മന്തി ചതച്ചെടുക്കണം. മാങ്ങാ ചമ്മന്തി. ഈ മാങ്ങാ ചമ്മന്തി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഈ പച്ചമാങ്ങ ചമ്മന്തിക്ക്. ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് വേറെ കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ചക്ക പുഴുക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു മാങ്ങ ചമ്മന്തിയും ഒരല്പം തൈരും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. കുശാൽ നമ്മളുടെ മാങ്ങ 2 ദിവസമായി ഉണങ്ങി കിട്ടി. ഉണങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഉണക്കിയിട്ടില്ല കേട്ടോ. നമ്മളിതിൻ്റെ ജസ്റ്റ് വെള്ളമെല്ലാം ഒന്ന് പോക്കിയിട്ടേ ഉള്ളൂ. ഒരുപാട് ഹാർഡായിട്ട് ഉണങ്ങരുത് കേട്ടോ. അതിൻ്റെ കാര്യം ഒത്തിരി ഹാർഡായിട്ട് ഉണങ്ങിക്കഴിയുമ്പം പിന്നെ നമുക്കിതൊന്ന് സോഫ്റ്റായി കിട്ടാൻ ബുദ്ധിമുട്ടെടുക്കും. ഇതിപ്പം നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മാങ്ങ ഇരിക്കുന്ന പോലെ ഇച്ചിരി സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുക. ഇത് നമുക്ക് എടുത്ത് അച്ചാർ കഴിക്കാൻ നല്ല ഒരു സുഖമുണ്ടാവും, ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഹാർഡായിപ്പോയി കഴിഞ്ഞാൽ അത് പിന്നെ കുറേ ദിവസം കഴിഞ്ഞേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് വെള്ളം പറ്റുകയും വേണം, എന്നാൽ സോഫ്റ്റായിട്ട് ഇരിക്കുകയും വേണം. ഇവിടെ നാട്ടിൽ നല്ല മഴയുടെ ക്ലൈമറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ ഹെവി ആയിട്ട് വെയിലൊന്നുമില്ല ഇപ്പം. അപ്പം ഹാഫ് ഡേ വെയിൽ കൊള്ളിച്ചു, 2 ദിവസം വെയിൽ കൊള്ളിച്ചു. അതായത് ഒരു ദിവസം ഫുൾ നല്ല വെയിൽ കൊള്ളിച്ചാൽ മതി കേട്ടോ. നമുക്കിനി ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്, നമുക്കിതിന് വേണ്ടി നമ്മളുടെ കടുകെണ്ണ അല്ലെങ്കിൽ നമ്മളുടെ ഒറിജിനൽ നല്ലെണ്ണ ജിഞ്ചേലി ഓയിൽ ചൂടാക്കി അത് തണുപ്പിച്ചെടുത്തിട്ട് വേണം ഒഴിക്കാൻ. അപ്പം നമുക്ക് നല്ലെണ്ണ ചൂടാക്കി എടുക്കാം. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ
നല്ലെണ്ണ ചൂടാകാൻ വെച്ചു. ഇത് നല്ലതുപോലെ തണുത്തിട്ട് വേണം നമുക്കിനി അച്ചാറിൽ ഒഴിക്കാൻ. കടുകെണ്ണയാണെങ്കിലും ഇതുപോലെ നല്ലതുപോലെ ചൂടാക്കി അതിന്റെ പുക വന്നതങ്ങ് കളയണം, മണം. എന്നിട്ട് തണുത്തിട്ടേ ഒഴിക്കാം. നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. കടുക് പൊടിച്ചത്. ഈ കടുകിൽ നിന്ന് കുറച്ച് പുളി ഇറങ്ങും, അത് ഒന്നും കൂടെ ടേസ്റ്റ് തരും. ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ കടുക് കുറച്ച് ചേർക്കണം കേട്ടോ. ഒത്തിരി പുളിയുള്ള മാങ്ങ ഈ അച്ചാറിനങ്ങ് എടുക്കരുത് ഒന്നാമത്. കാരണം നമുക്കിത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനുള്ള ഡ്രൈ അച്ചാറാണ്, ചാറായിട്ടല്ല ഇത് ഇടുന്നത്. കടുക് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പൗഡർ ആക്കരുത്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കുകയോ മിക്സിയിലിട്ടിട്ട് ഒരു 2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാകും. നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. 1 2 ഒരു 3 ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ആണെങ്കിലും മതി, മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച്. ഇതിപ്പോൾ മാങ്ങ ഉണങ്ങി കഴിഞ്ഞപ്പോൾ കുറഞ്ഞു, അത് ഉണങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയായി കേട്ടോ. ഉണക്കാൻ വെച്ചപ്പം കുറച്ചേറെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി. 1 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ എരിവുള്ള നല്ല മുളക് പൊടി, രണ്ടും അങ്ങ് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണോളം അതിലും കുറവ് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കായം, ഒരു 1/4 ടീസ്പൂണോളം കായം. ഒരുപാട് കായം ആകരുത്. ഉപ്പിട്ടാണ് നമ്മളിത് ഉണക്കിയിരിക്കുന്നത്. അപ്പം രണ്ടാമത് ഉപ്പിടുമ്പം കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഒരു അല്പം ഉപ്പ് കൂടെ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ. ചൂടാക്കിയ നല്ലെണ്ണ നല്ല തണുത്തു ഇപ്പം. 1 2 3 ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിരിക്കണം. ഇനി മിക്സ് ചെയ്യുകയെല്ലാം കൂടെ. ഈ അച്ചാറുണ്ടല്ലോ ഭയങ്കര അടിപൊളി ടേസ്റ്റാണിത്. ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഒന്ന് വെച്ചിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് വേണം ഇത് എടുക്കാൻ. ഉടനെ അങ്ങ് എടുക്കരുത്. നമുക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടി ഒഴിച്ചു കൊടുക്കാം. അതെന്തിനെന്ന് വെച്ചാൽ ഈ അച്ചാർ ഇരുന്നിട്ട് കേടുകൂടാതെ ഇരിക്കേണ്ടിയിട്ടാണ്. ഒരു പ്രിസർവേറ്റീവായിട്ട്, അല്ലെങ്കിൽ പുളിക്ക് വേണ്ടിയൊന്നും അല്ല കേട്ടോ. മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. ഒരു ജസ്റ്റ് 1 ടീസ്പൂൺ, നോട്ട് മോർ ദാൻ ദാറ്റ്. നിങ്ങൾക്ക് ഒരുപാട് പുളി അങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മാങ്ങ കുറവല്ലേ, അതുകൊണ്ട് ഒരുപാട് ഒഴിച്ചിട്ടില്ല. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഈ അച്ചാർ ബിലീവ് മീ ഇസ് സോ ടേസ്റ്റി. ഞാൻ കഴിച്ചു നോക്കി, ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ താഴെ വീണ് പോകുന്ന കണ്ണിമാങ്ങ ഇനി മുതൽ ആരും വേസ്റ്റ് ആക്കില്ല എന്ന് ഉറപ്പാണ്. നമ്മുടെ കേരളത്തിലോട്ടല്ലേ സൗത്തിലോട്ടൊക്കെയാണ് കൂടുതലും പിക്കിൾസിൻ്റെ ഭണ്ഡാരം എന്ന് പറയാം. പലതരത്തിലും നമ്മൾ വെറൈറ്റി ഓഫ് പിക്കിൾസ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പം കണ്ടില്ലേ നമ്മൾ ഉപ്പിലിട്ട് വെച്ചത്, കാണിക്കാൻ അടിപൊളിയായില്ലേ? ഉപ്പിലിട്ട് വെച്ച നമ്മളുടെ കണ്ണിമാങ്ങ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഇതിൻ്റെ കളറൊന്ന് മാറണം, കുറച്ചുകൂടെ അകം സോഫ്റ്റ് ആകണം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കി, അകം സോഫ്റ്റ് ആയിട്ടില്ല, അല്ലാതെ ഓക്കെയാണ്. അപ്പം ഞാൻ ഇത് 2 അച്ചാറ് കാണിച്ചു. കണ്ണിമാങ്ങയും കൊണ്ട് ഒരുപാട് ചെറിയ മാങ്ങയാണെങ്കിൽ ഇതുപോലെ ഉപ്പിലിട്ട് വെക്കുക. ഒരല്പം വലിയ സൈസാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിഞ്ഞ് ഉണക്കി അച്ചാറിടുക. മീഡിയം സൈസ് പഴുക്കാറായ മാങ്ങ, ഒന്ന് വാടി പഴുക്കാറായ മാങ്ങ, ഉള്ളിയും വറ്റൽമുളകും ചേർത്ത് പച്ചയ്ക്ക് ക്രഷ് ചെയ്ത് ചമ്മന്തി ഉണ്ടാക്കി കാണിച്ചു. 3 രീതിയിലായി ഇപ്പം അല്ലേ നമുക്കത് ഉപയോഗിക്കാം കണ്ണിമാങ്ങ. ഇനി അടുത്തൊരു രീതി, വൈകിട്ടൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കൊറിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പച്ചമാങ്ങ അതിൻ്റെ പൊളിയെല്ലാം ചെത്തിയിട്ട് കുറച്ചുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെറുതെ കഴിക്കാനും അടിപൊളിയാണ് ഈ നമ്മളുടെ കണ്ണിമാങ്ങ. Hey friends, hope everyone likes today's very tasty, delicious variety of tender mango pickles. Thank you so much for watching. It's sun-dried tender mango pickles and this one tender mango pickles in salt water. So both are very tasty and delicious, healthy too. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരെ till then take care, bye bye. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. Eat healthy, stay healthy. താങ്ക് യു. അപ്പോൾ മറക്കാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ തരാവുന്നതാണ്. ഇനി മുതൽ മാങ്ങയുടെ സീസണാണ്. കണ്ണിമാങ്ങ കളയാതെ വേസ്റ്റാക്കാതെ പലതരത്തിലുള്ള വെറൈറ്റി അച്ചാറുകൾ ഉണ്ടാക്കി കഴിക്കുക.